ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സങ്കീർത്തന ആലാപങ്ങൾ ദൈവതിരുഹിതപ്രകാരം നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരത്തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരെയും ദൈവത്തിനുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംരംഭം ആരംഭിക്കാം. ഈ സങ്കീർത്തനങ്ങൾ വായിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വ്യത്യാസമുണ്ടായി ദൈവവചനങ്ങൾ കൂടുതൽ പഠിക്കുകയും ആയതിൽ കൂടി നമ്മൾ മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സൽകീർത്തനങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല പാട്ടുകൾ. ദേവാലയത്തിലെയും സുന്നഗോഗുകളിലെയും ആരാധനയ്ക്ക് യഹൂദന്മാർ ഉപയോഗിച്ചു വന്ന പ്രാചീന കീർത്തനങ്ങളുടെ സമാഹാരമാണ് ഈ സങ്കീർത്തനങ്ങൾ. മോശയുടെ കാലം മുതൽ പ്രവാസകാലം വരെയുള്ള ദീർഘമായ കാലയളവിലാണ് ഈ സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. 150 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായ ഒരു പുസ്തകമാണ്. സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാരായി 7 പേരുകൾ ശീർഷകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ദാവീദിൻ്റെ പേരിൽ 73 സങ്കീർത്തനങ്ങൾ അറിയപ്പെടും. മറ്റെഴുത്തുകാർ ആസാഫ്, കോരഹ പുത്രന്മാർ, ശലോമോൻ രാജാവ്, യേഥാൻ, മോശ, ഹേമാൻ എന്നുള്ളവരാണ്. അത് 119 സങ്കീർത്തനം 105 വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഈ സങ്കീർത്തന ആലാപനം ദൈവവചനം നമ്മുടെ കാലുകൾക്ക് ദൈവവും നമ്മുടെ പാതയ്ക്ക് പ്രകാശമാകുവാൻ തക്കവണ്ണം സംഗതിയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സങ്കീർത്തന ആലാപം ആരംഭിക്കാം.